പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് CM പങ്കിനെ സംബന്ധിച്ചാണ്. CM പങ്കിനെ WWE ഇപ്പോൾ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നിന്ന് പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കിയതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെ WWE പുറത്തേക്ക് വിട്ടിരിക്കുന്നു. ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്ന സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഇവൻറ്റിൽ CM പങ്കിനെ അവർ അഡ്വർടൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊമോ വീഡിയോ WWE ആദ്യം പുറത്തേക്ക് ഇറക്കി. CM പങ്കിൻ്റെ ആ ഒരു ഭാഗം കണ്ടപ്പോൾ എല്ലാവർക്കും വലിയൊരു സംശയമുണ്ടായിരുന്നു. കാരണം CM പങ്ക് WWEയിലേക്ക് 2023 റിട്ടേൺ ചെയ്യുന്നതിന് മുൻപ് 2020 സൗദി അറേബ്യയിൽ പോയി WWE മത്സരിക്കുന്നതിനെ വിമർശിച്ചതും അത് വലിയ വിവാദമായതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞ CM പങ്ക് സൗദി അറേബ്യൻ ഷോയിൽ പോയിട്ട് പങ്കെടുക്കുന്നോ എന്നുള്ളൊരു രീതിയിലുള്ള ചർച്ച ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വിട്ട വീഡിയോയിൽ CM പങ്കിനെ WWE ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്തിൽ സെത്ത് റോളിൻസിനെയാണ് അവർ CM പങ്കിന് പകരക്കാരനായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൗദി അറേബ്യൻ ഷോ ആയ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ നിന്ന് CM പങ്കിനെ ഒഴിവാക്കിയതാണോ, പകരം സെത്ത് റോളിൻസിൻ്റെ ഭാഗം അവർ കൂട്ടിച്ചേർക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ CM പങ്കിനെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സർപ്രൈസ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസോട് കൂടിയിട്ടായിരിക്കുമോ? അങ്ങനെ പല ചോദ്യങ്ങളും ബാക്കി നിർത്തുന്നുണ്ട്. എന്തായാലും തുടക്കത്തിൽ പ്ലാൻ ചെയ്ത CM പങ്കിൻ്റെ ആ ഒരു പദ്ധതി നിലവിൽ ക്യാൻസൽ ചെയ്തു. CM പങ്കിനെ ഒഴിവാക്കിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റ് അപ്ഡേറ്റ്സ് ഇനി വരുന്ന റോ എപ്പിസോഡിലെ ഇവരുടെ സ്റ്റോറി ലൈൻ ഇംപ്രൂവ് ആവുന്നതിന് അനുസരിച്ച് കാണാൻ സാധിക്കും. ആദ്യ പദ്ധതികളിൽ CM പങ്കിനെ ഒഴിവാക്കിയതായിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് വിമൻസ് ഡിവിഷന് വേണ്ടി മാത്രം WWE നടത്താൻ പോകുന്ന എവല്യൂഷൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. എവല്യൂഷൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഷോ ആയിരിക്കും ഈ ഒരു വർഷം നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. മുൻപത്തെ വീഡിയോയിൽ പങ്കുവെച്ചൊരു അപ്ഡേറ്റ് ആണ്. പക്ഷേ നമുക്കിപ്പോൾ ഇതിനോടനുബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മത്സരം ഇപ്പോൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എല്ലാവരും ഒരു ഡ്രീം മാച്ച് ആയിട്ട് കാണുന്ന ഷാർലറ്റ് ഫ്ലെയർ വേഴ്സസ് ജേഡ് കാർഗിൽ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം നമുക്ക് എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഒരു റൂമർ പോലെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. കൂടാതെ 7-8 മത്സരങ്ങൾ നമുക്ക് ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വിമൻസ് ഡിവിഷൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിക്കുമെന്നുള്ളൊരു റൂമർ കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റ് ഔദ്യോഗികമായി കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല. ഉടനെ തന്നെ അതിൻ്റെ വാർത്തകൾ വന്നേക്കാൻ സാധ്യതയുണ്ട്. ഷാർലറ്റ് ഫ്ലെയർ വേഴ്സസ് ജേഡ് കാർഗിൽ തമ്മിലുള്ള ഒരു മത്സരം നടന്നാൽ ആർക്കാണ് വിജയ സാധ്യത, ആരാണ് വിജയിക്കാൻ പോകുന്നത്? നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് WWE ഈ ഒരു വർഷം പ്ലാൻ ചെയ്യുന്ന ഒരു വമ്പൻ ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് 3 ലൈവ് ഇവൻറ്റുകൾ നടത്താൻ WWE പ്ലാൻ ചെയ്യുന്നുണ്ട്. സാധാരണയുള്ള ഒരു ഹൗസ് ഷോ പോലത്തെ ലൈവ് ഇവൻ്റ് അല്ല, ബിഗ് പ്ലാനുകൾ തന്നെയാണ് ഉള്ളത്. ടോപ്പ് സ്റ്റാർസിനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വമ്പൻ സൂപ്പർ ഷോ ആണ് WWE പ്ലാൻ ചെയ്യുന്നത് എന്നാണ് റസൽ വേർഡ്സ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സൂപ്പർ താരങ്ങളായ റോമൻ റെയിൻസ്, റെയ്മിസ്റ്റീരിയോ, CM പങ്ക്, സെത്ത് റോളിൻസ്, ജോൺ സിന പോലെയുള്ള താരങ്ങളെയൊക്കെ നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു റൂമർ കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും മെക്സിക്കോയിൽ വെച്ച് WWE നടത്താറുള്ള ഷോകളിൽ മെക്സിക്കൻ റെസ്ലേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ AAA എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ കമ്പനിയെ WWE വാങ്ങിച്ചത് കൊണ്ട് തന്നെ AAAയിൽ നിന്നുള്ള റെസ്ലേഴ്സിനെയും എൽ ഹിജോ ഡെൽ വൈക്കിംഗോ എന്ന് പറയുന്ന റെസ്ലറിനെയും അടക്കം ആ ഒരു ലൈവ് ഇവൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ AAAയും കൂടി WWE ഭാഗമായതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ഉടനെ കാണാൻ സാധിച്ചേക്കാം. ഓൾറെഡി വേൾഡ്സ് കൊളൈഡ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റിലൂടെ AAA റെസ്ലേഴ്സും NXT റെസ്ലേഴ്സും TNA റെസ്ലേഴ്സും എല്ലാം ഒരുമിക്കുന്ന ഒരു ഇവൻറ്റ് അവർ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കുന്ന ജൂൺ മാസത്തിലെ അതേ ഒരു ദിവസം തന്നെ നടത്താൻ നിലവിൽ അമേരിക്കയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെക്സിക്കോയിലുള്ള ഒരു ഇവൻറ്റിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് ഇനി വരുന്ന ദിവസങ്ങളിൽ WWE പുറത്തേക്ക് വിട്ടേക്കാൻ സാധ്യത ഉണ്ടെന്നാണ് റസൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2025 മെഗാ ഇവൻറ്റ്സ് ആണ് ഇനി WWEയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുക. നാലാമത്തെ അപ്ഡേറ്റ് കോഡി റോഡ്സിനെ സംബന്ധിച്ചാണ്. കോഡി റോഡ്സിൻ്റെ ഹീൽ ടേണിൻ്റെ പദ്ധതികൾ നിലവിൽ എവിടെ എത്തി എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. കോഡി ഹീലാകും എന്നുള്ളതും പലരും പറയുന്നുണ്ട്. കോഡി ഹീലാകുന്നത് ജോൺസണയുടെ ഒരു നായകൻ ടൈപ്പിലേക്കുള്ള കഥാപാത്രത്തിലേക്കുള്ള തിരിച്ചുപോക്കിലൂടെ ആയിരിക്കുമെന്നുള്ളതും പലരും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ അഭിപ്രായം കുറിക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെയെല്ലാം നിഷ്കരണം തള്ളിക്കൊണ്ട് ഫൈറ്റ്ഫുൾ സെലക്റ്റിൻ്റെ ഒരു പുതിയ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് കോഡി റോഡ്സിനെ വില്ലനാക്കാൻ WWE പ്ലാൻ ചെയ്യുന്നില്ല എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്.
പറയുന്നത്. അതായത് കോഡി റോഡ്സിനെ വില്ലനാക്കാൻ നിലവിൽ മാനേജ്മെൻറ്റ് സൈഡിൽ മെജോറിറ്റി ആളുകൾക്കും താല്പര്യമില്ല എന്നാണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഡി റോഡ്സ് വില്ലനാകുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ട് കോഡി റോഡ്സിനെ വില്ലനാക്കുന്നില്ല എന്നുള്ളതിന് ഏക ഉത്തരം, കോഡി റോഡ്സ് ഫേസായിട്ട് തിരികെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ വിറ്റഴിക്കപ്പെടുന്ന മെർച്ചൻഡൈസ്, അദ്ദേഹം വരുന്ന ഷോകളുടെ ടിക്കറ്റ് സെയിൽസ്, ഇതെല്ലാം നോക്കുമ്പോൾ കോഡിയെ ഫേസായിട്ട് കാണാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വില്ലനാക്കിയാൽ ആ മെർച്ചൻഡൈസിനെയും ടിക്കറ്റ് സെയിൽസിനെയും അത് നല്ല രീതിയിൽ ബാധിക്കും, വ്യൂവർഷിപ്പിനെയും നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കോഡി റോഡ്സിനെ വില്ലനാക്കണ്ട എന്നുള്ളൊരു തീരുമാനമാണ് മാനേജ്മെൻറ്റ് സൈഡിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ കോഡി വില്ലനാകുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുണ്ട്. പക്ഷേ റോക്ക് അതിന് മുൻപത്തെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഡി റോഡ്സിൻ്റെ ഈ ഒരു സ്റ്റോറിയിൽ കോഡി ഹീലാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ മാനേജ്മെൻറ്റ് സൈഡിൽ കൂടിയുള്ള റെസ്ലർ ആയതുകൊണ്ട് തന്നെ റോക്കിൻ്റെ അഭിപ്രായം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. നിലവിലെ അപ്ഡേറ്റ് അനുസരിച്ച് കോഡി ഹീലാകുന്ന ഒരു പ്ലാൻ 2025 അവർ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ജോൺസിന തിരികെ നായകൻ ആകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് കോഡി വില്ലനായിട്ടായിരിക്കില്ല എന്നുള്ളത് 100% ഉറപ്പിക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്നലെ കഴിഞ്ഞ AEWൻ്റെ ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിലെ ബീച്ച് ബ്രേക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. നിലവിലെ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജോൺ മോക്സ്ലി സമോവ ജോയ്ക്കെതിരെ ഒരു സ്റ്റീൽ കേജ് മത്സരത്തിലാണ് വേൾഡ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസും കിടിലമായിട്ടുള്ള ഒരു മത്സരവും കാണാൻ സാധിച്ചു. ജോൺ മോക്സ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ കാരണം ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് താരമായ ഗേബ് കിഡ് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഒരു അപ്പിയറൻസ് ആണ്. ആ താരം വന്നിട്ട് ജോൺ മോക്സ്ലിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗേബ് കിഡിൻ്റെ ഒരു വരവ് അത് വളരെ സർപ്രൈസ് ആയിരുന്നു. കാരണം ജോൺ മോക്സ്ലിയുടെ ടീം അംഗങ്ങളായ ക്ലൗഡിയോ കാസ്നോളി, വില്ലർ യൂട്ട, അതുപോലെ തന്നെ മെറീന ഷഫീർ തുടങ്ങിയവരുടെ ഒരു അപ്പിയറൻസും ഡിസ്ട്രാക്ഷനും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഗേബ് കിഡിനെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ അവസരത്തിലാണ് ആ ഒരു ബ്രീഫ് കേസ് അടിച്ചുകൊണ്ട് സമോവ ജോയ്ക്കെതിരെ പിൻഫോളിലൂടെ വിജയം ജോൺ മോക്സ്ലി കരസ്ഥമാക്കുന്നത്. അതിനുശേഷം യങ് ബക്സ് വന്നിട്ട് അവിടെ വന്ന് സമോവ ജോയെയും മറ്റ് റെസ്ലേഴ്സിനെയും, അതായത് പവർ ഹൗസ് ഹോബ്സ്, വില്ലോ നൈറ്റിംഗേൽ തുടങ്ങിയവരെയൊക്കെ ആക്രമിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് കെന്നി ഒമേഗ ഓടി വരുന്നുണ്ട്. കെന്നി ഒമേഗ വന്നിട്ട് ആദ്യം ഡെത്ത് റൈഡേഴ്സ് ടീം അംഗങ്ങളെ ആക്രമിക്കുന്നു. പക്ഷേ കെന്നി ഒമേഗയെ കസ്റ്റിക ഒക്കാഡ വന്നിട്ട് ഒരു സർപ്രൈസ് ആക്രമണം കൊടുത്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കസ്റ്റിക ഒക്കാഡയെ മൈക്ക് ബേലി എന്ന് പറയുന്ന റെസ്ലർ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴും റിങ്ങിൽ തുടർന്ന ഈ എലീറ്റിൻ്റെയും ഡെത്ത് റൈഡേഴ്സിൻ്റെയും അടുത്തേക്ക് സെർവ് സ്ട്രിക്ലാൻഡ് വരുന്നത് കാണാൻ സാധിച്ചു. സെർവ് സ്ട്രിക്ലാൻഡ് സ്റ്റീൽ കേജിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ സ്റ്റോംപ് ചെയ്യുന്നതായും കാണാൻ സാധിച്ചു. എന്നിട്ട് ഡബിൾ ഓർ നത്തിങ് എന്ന് പറയുന്ന അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന AEWൻ്റെ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഒരു അനാർക്കി ഇൻ ദ എറീന എന്നുള്ളൊരു മത്സരത്തിൻ്റെ ഒരു ചലഞ്ചും മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജോൺ മോക്സ്ലിയുടെ ടീമിൽ നിന്ന് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, അതുപോലെ തന്നെ സെർവ് സ്ട്രിക്ലാൻഡിൻ്റെ ടീമിൽ നിന്ന് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ജോൺ മോക്സ്ലിയുടെ ഈ ഒരു മത്സരം, ജോൺ മോക്സ്ലി ഈ ടൈറ്റിൽ റിട്ടേൺ ചെയ്ത ഈ ഒരു മൊമെൻറ്റ് അതൊക്കെ കിടിലമായിരുന്നു. അതിനുശേഷമുള്ള ഈ കുറേയധികം റെസ്ലേഴ്സിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിന് ഏക ഉത്തരം അനാർക്കി ഇൻ ദ എറീന എന്ന് പറയുന്നത് ഒരു മൾട്ടിമാൻ മാച്ചാണ്. ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷന്, സ്ട്രീറ്റ് ഫൈറ്റ്, അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. ആ എറീനയിൽ മൊത്തത്തിൽ പോയി അവിടെ മൊത്തം അടിയുണ്ടാക്കുന്ന ഒരു ടൈപ്പ് മത്സരമാണ്. അപ്പോൾ അതിന് കുറേയധികം റെസ്ലേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പല സ്റ്റോറിയിൽ നിൽക്കുന്ന കെന്നി ഒമേഗ, എലീറ്റ് അങ്ങനെയുള്ളവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരൊറ്റ സ്റ്റോറിയിലേക്ക് അവർ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് കാണിക്കാൻ സാധിച്ചു. ജോൺ മോക്സ്ലിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗം ആയേക്കും. ജോൺ മോക്സ്ലിയുടെ ഈ ഒരു മത്സരത്തിൻ്റെ ഒരു റേറ്റിംഗ്സ്, ഡൈനാമൈറ്റ് എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 2025 ഏറ്റവും കൂടുതൽ റേറ്റിംഗ്സ് കിട്ടിയ ഒരു ഷോ ആയിരുന്നു ഇന്നലത്തെ ഡൈനാമൈറ്റ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ജോൺ മോക്സ്ലി ഉടനെയൊന്നും ഈ ഒരു AEW വേൾഡ് ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം റേറ്റിംഗ്സിൽ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ ഡൈനാമൈറ്റ് എപ്പിസോഡിന് ജോൺ മോക്സ്ലി ചാമ്പ്യനായിട്ട് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്റ്റോറി ആളുകളുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേ ഒരു രീതിയിൽ തന്നെ, ഇതേ ഒരു പേസിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. ഡൈനാമൈറ്റ് എപ്പിസോഡിനെ സംബന്ധിച്ചും ജോൺ മോക്സ്ലിയെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.